ഇന്ന് ഞാൻ എൻ്റെ മിനി വ്ളോഗിൽ ഒരു ലഞ്ച് മെനു ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കറി വെക്കണത് പൂളക്കിഴങ്ങും മുരിങ്ങയും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയുടെ ഇല ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ പൂളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും ഒരു 4 പച്ചമുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ 2 വിസിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. ഒരു തിള വരുമ്പോൾ തന്നെ ഇറക്കി വെക്കണം. മുരിങ്ങയുടെ ഇല ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിപ്പോവും. പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഒന്ന് തിളപ്പിച്ച ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച ശേഷം അതിലേക്ക് നല്ലോണം ഒരു പിടി സവാള അരിഞ്ഞതോ ചെറിയ ഉള്ളി അരിഞ്ഞതോ എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഞാനൊരു ഇരുമ്പാൻ പുളി കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുമ്പാൻ പുളി നമ്മൾ ചെറിയ പിഞ്ച് ഇരുമ്പൻ പുളിയാണ് എടുത്തേണ്ടത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 1/2 സ്പൂൺ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണമെങ്കിൽ പെട്ടെന്ന് പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇരുമ്പൻ പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിലൊരു അച്ചാർ ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാർ ഇനി ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡപ്പയിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല നെല്ലുകുത്തി അരിയുടെ ചോറുണ്ട്. പിന്നെ പൂളക്കിഴങ്ങും മുരിങ്ങയും കൂടി ഒരു സിമ്പിളായിട്ടൊരു ഒഴിച്ച് കറി. പിന്നെ നമുക്ക് ഇരുമ്പാമ്പുളി അച്ചാറുണ്ട്. പിന്നെ ഉണക്ക തേങ്ങ വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതും പപ്പടം പൊരിച്ചതും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.